അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാവരുടെയും നോമ്പുള്ളവരുടെയും നോമ്പില്ലാത്തവരുടെയൊക്കെ വിശേഷം എന്താ? നോമ്പുള്ളവർക്ക് എങ്ങനെയുണ്ട് നോമ്പൊക്കെ? മഴയൊക്കെ പെയ്തോ നിങ്ങളുടെ നാട്ടിൽ? അൽഹംദുലില്ലാ, ഇവിടെയും മഴ ഒന്ന് ചെറുതായിട്ട് പാറിയിട്ട് പോയി. അൽഹംദുലില്ലാ, എന്നാലും വലിയ ചൂടൊന്നും ഇല്ല കേട്ടോ. നോമ്പ് ക്ഷീണമൊന്നുമില്ല. എത്ര വേഗമല്ലേ നോമ്പൊക്കെ പോകുന്നത്. ഇന്ന് ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നോമ്പ് 5 ഞങ്ങളുടെ നോമ്പിൻ്റെ 3ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇഫ്താർ ഡ്രിങ്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ. ഒന്ന് കണ്ടു നോക്കണേ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ഇതാ സമൂസയ്ക്കുള്ള ആദ്യ ഫില്ലിംഗ് ആണ് കേട്ടോ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അത് പാച്ചു വന്നിട്ട് ഞാനെല്ലാം മുറിച്ച് വെച്ചപ്പോൾ ഞാൻ മിക്സ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ വന്നിട്ട് ഇതാ മിക്സ് ചെയ്യാണ്. ഇതിൽ ഞാൻ ഒരു പകുതി ക്യാബേജും ഒരു കഷ്ണം ക്യാരറ്റും ഒരു പീസ് ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ ചിക്കൻ ഫ്രൈ ചെയ്ത് ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഫുള്ള് ചിക്കനാണ്. അപ്പോൾ ചിക്കൻ വേണ്ട, ഫുൾ വെജ് ആക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് വെജ് മാത്രം എടുത്തത്. അപ്പോൾ ഇതാ എല്ലാം കട്ട് ചെയ്ത് എല്ലാം നീളത്തിൽ തന്നെ കട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നല്ല കാണാൻ തന്നെ നല്ലൊരു ലുക്കാണ്. അതാ ഞാനെല്ലാം കട്ട് ചെയ്ത് അതിൽ മിക്സാക്കിയിട്ട് ഒരു നുള്ളു കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ മയണൈസാണ് കേട്ടോ ചേർക്കുന്നത്. മയണൈസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അതിൽ എണ്ണ ചേർക്കാതെ മുട്ട പുഴുങ്ങിയിട്ട്, ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ മയണൈസ് ഉണ്ടാക്കാൻ. എണ്ണയില്ലാതെ നമ്മൾ മുട്ട പുഴുങ്ങിയിട്ടും കുറച്ച് വിനാഗിർ വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ടാക്കുന്ന മയണൈസാണ് കേട്ടോ. ഹെൽത്തിയാണ്. മുട്ട പുഴുങ്ങിയതായതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മയണൈസാണ്. നോമ്പ് തുറക്കാനും ഈ എണ്ണയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരുപാട് നല്ലതല്ലല്ലോ. അപ്പോൾ ഞാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള തന്നെ ഉണ്ടാക്കിയത്. സമോസ ഫില്ലിങ്സ് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി നോക്കൂ കേട്ടോ. നമുക്ക് അധികം പണിയില്ല. വെജീസ് എല്ലാം ഒന്ന് കട്ട് ചെയ്താൽ മതി, വഴറ്റേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. ഒന്നിങ്ങനെ ഒന്ന് റെഡിയാക്കി നോക്കൂ. അടുത്തത് ഇതാ നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ്സ് ഉണ്ടല്ലോ, അത് സമോസ ഷീറ്റിൽ നിറയ്ക്കുകയാണ് കേട്ടോ. സമോസ ഫില്ല് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ഒരു ഷീറ്റ് എടുത്ത് അത് ഫോൾഡ് ചെയ്ത് അതിനകത്ത് നിറച്ച്, പിന്നെ മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അതേപോലെ എല്ലാ സമോസയും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ എല്ലാ സമോസയും എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കലാണ്.
അടുത്തത് ഇതാ ഡ്രിങ്ക് റെഡിയാക്കലാണ്. ഇതിലില്ലേ ഇത് ഞാൻ 2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ആ പാല് കാച്ചിയതിൻ്റെ വീഡിയോ എൻ്റെ സ്വിച്ച് ഓഫ് ആയി ഫോണ്. അപ്പോൾ അത് കട്ടായി പോയിട്ടോ. അപ്പോൾ ഒന്നുമില്ല, 2 പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ചവ്വരിയും സേമിയും വേവിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നല്ലപോലെ കുറുക്കിയെടുക്കുക. ഞാൻ ഇൻഷാല്ലാ വേറൊരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതിലെൻ്റെ കട്ടായി പോയതാണ്. അപ്പോൾ അതായത് കുറുക്കിയെടുത്തിട്ടുണ്ട്. അതിൽ ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് സാഫ്രോണില്ലേ, നമ്മുടെ കുങ്കുമപ്പൂവ്, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഉള്ളത് ഞാൻ ഒരു 2 ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച ഫ്രൂട്ട്സ്, എന്താ നമ്മുടെ കയ്യിലുള്ളത് എല്ലാ ഫ്രൂട്ട്സും കട്ടാക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതാ ഒരു കഷ്ണം തണ്ണിമത്തനും 2 പാളയംകുടം പഴം ഉണ്ടല്ലോ അതും, പിന്നെ അതുപോലെ കുറച്ച് അനാറ് ഒക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തത് ഇതാ കുറച്ച് സബ്ജ സീഡ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ കസ്കസ ഉണ്ടല്ലോ, സബ്ജ സീഡ് കസ്കസ എന്നൊക്കെ അറിയപ്പെടുന്ന, അത് കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഇതിലൂടെ ചേർത്ത് കൊടുക്കുക. അൽഹംദുലില്ലാ, നോമ്പ് തുറക്കാനുള്ള സമയമായി. അപ്പോൾ എല്ലാം റെഡിയാക്കി ടേബിളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ വാങ്ങി കൊടുത്തപ്പോൾ ഞങ്ങളെല്ലാവരും നോമ്പ് തുറക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഉപകാരപ്രദമാണ് തോന്നുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ. റമദാൻ മുബാറക്. Thanks for watching.